വർഷ കാരണം വീണ്ടും രവീന്ദ്രൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്. ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. അങ്ങനെ ചന്ദ്രമതി ഭാമയെ കാണാനായിട്ട് വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് രേവതി മാത്രമേ വീട്ടിൽ കാണൂ. രേവതി പൂക്കടയിലെ കാര്യവും വീട്ടിലെ കാര്യവും മാറി മാറി ചെയ്യുന്നുണ്ട്. വൈകിട്ട് രവീന്ദ്രൻ വാക്കിങ്ങിന് പോവാൻ ഇറങ്ങുവാണ്. എന്നാ രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ വീട്ടിലോട്ട് വരുന്നുണ്ട്. അന്നത്തെ ഡബ്ബിങ് നേരത്തെ തീർന്നതുകൊണ്ട് വർഷ വേഗം വീട്ടിലോട്ട് വന്നതാ. ഈ സമയത്ത് രേവതിയോട് പറയുന്നുണ്ട്, ചേച്ചി എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമോ? അതിനെന്താ, ഞാനിപ്പോൾ ഉണ്ടാക്കി തരാം. അല്ല, നീ എന്താ നേരത്തെ എത്തിയത്? ഇന്നേ ഡബ്ബിങ് കുറവായിരുന്നു, അപ്പൊ പിന്നെ നേരത്തെ പോന്നതാ. അങ്ങനെ വർഷ ബാഗിൽ നിന്ന് ഒരു സ്പ്രേ എടുക്കുന്നുണ്ട്. നല്ല കൊതുകായ കാരണം മോസ്കിറ്റോ സ്പ്രേ ആണ് വർഷ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മോസ്കിറ്റോ സ്പ്രേ എല്ലായിടത്തും അടിക്കുന്നുണ്ട്. ഹോളിലായിരിക്കും പ്രത്യേകിച്ചും അടിക്കുന്നത്. എല്ലാ ഭാഗത്തും അവിടെ ഇവിടെ എന്നില്ലാതെ മുഴുവനായിട്ടും അടിക്കുന്നുണ്ട്. എന്നാൽ അടുക്കളയിലോട്ട് വരെ ഇതിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങി. രേവതി എന്താണെന്ന് അറിയാനായിട്ട് ഹോളിലോട്ട് വരുന്നുണ്ട്. വർഷയാണെങ്കിൽ ഓരോ മുക്കിലും മൂലയിലും ഇതുകൊണ്ട് അടിക്കുന്നുണ്ട്. ഇത് കണ്ട് രേവതി ചോദിക്കുന്നുണ്ട്, എന്താ വർഷേ, നീ എന്താ ഈ അടിക്കുന്നേ? ഇത് ശ്വസിക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു. ഇതേ മോസ്കിറ്റോ സ്പ്രേയാ. മോസ്കിറ്റോ സ്പ്രേയോ? ആ, കൊതുക് വരാതിരിക്കാൻ അടിക്കാനുള്ളതാ. ഇതടിച്ചാലേ കൊതുക് ഉണ്ടാവില്ല, അല്ലെങ്കിലേ നമുക്ക് വല്ല അസുഖവും വരും. രാത്രി എന്താ ഇവിടെ കൊതുക്? അതൊന്നും വേണ്ട, ഇത്രയൊക്കെ അടിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ? ഏയ്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ രേവതി അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. വർഷയാണെങ്കിലോ അത് മൊത്തം അടിച്ചു തീർക്കുക. ആ കുപ്പി മൊത്തത്തിലങ്ങ് കാലിയാവുന്നുണ്ട്. അങ്ങനെ ബോട്ടിൽ അവിടെ വെക്കുന്നു. പിന്നീടായിട്ട് വർഷയ്ക്ക് അപ്പം തന്നെ സ്റ്റുഡിയോ നിന്ന് ഒരു കോള് വരുന്നുണ്ട്. എന്താ സാർ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇപ്പോഴല്ല അവിടെ നിങ്ങൾ പോകുന്നത്. ഇനി വീണ്ടും അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. പ്ലീസ് വർഷേ, ഒന്ന് വാ. ശരി, എന്നാലേ ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ചേച്ചി, എനിക്ക് ചായ വേണ്ടാട്ടോ, ഞാൻ ഇറങ്ങുക. എനിക്ക് കുറച്ച് വർക്കും കൂടെ ഉണ്ട്, അർജന്റാ എന്നും പറഞ്ഞ് വർഷ പോകുന്നു. രേവതി ആണെങ്കിൽ അടുക്കള ജോലിയൊക്കെ ചെയ്ത് അടുക്കളയിൽ തന്നെ ആയിരിക്കും. ഈ സമയത്ത് വാക്കിംഗ് എല്ലാം കഴിഞ്ഞ് രവീന്ദ്രൻ വരുന്നുണ്ട്. ഉള്ളിലോട്ട് വരുന്ന സമയത്ത് എന്തോ സ്മെല്ല് തോന്നുന്നുണ്ട്. രേവതിയെ വിളിക്കുന്നുണ്ട്. ആ, അച്ഛൻ വന്നോ? അച്ഛന് ഞാൻ ചായ ഉണ്ടാക്കാം. ആ മോളെ, അല്ല ഇവിടെ എന്തോ ഒരു സ്മെല്ല്. അത് വർഷ മോസ്കിറ്റോ സ്പ്രേ അടിച്ചതാ, കൊതുക് വരാതിരിക്കാനേ. അച്ഛൻ ഞാൻ ആ ജനൽ തുറന്നിടണോ? വേണ്ട വേണ്ട, കൊതുക് പോവാൻ അടിച്ചതല്ലേ, അത് തുറന്നിടൊന്നും വേണ്ട എന്നും പറഞ്ഞ് രവീന്ദ്രൻ സെറ്റിയിലിരിക്കുക. എന്നാ ഈ സമയത്ത് രേവതി ചായ എടുക്കാനായിട്ട് അടുക്കളയിലോട്ടും പോകുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഇരിക്കുമ്പോഴേക്കും രവീന്ദ്രന് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ശ്വാസം മുട്ടി ആകെ കൂടെ സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. പതിയെ സ്വരത്തിൽ രേവതിയെ വിളിക്കുന്നുണ്ട്. രേവതി അടുക്കളയിൽ നിന്ന് ഓടിയെത്തുന്നുണ്ട്. അച്ഛാ, എന്താ പറ്റിയേ? എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അച്ഛനവിടെ കിടക്ക്, ഞാനിപ്പോൾ വരാം. അങ്ങനെ ഫോൺ എടുത്ത് സച്ചിക്ക് വിളിക്കുന്നുണ്ട്. പലതവണ സച്ചിക്ക് വിളിച്ചിട്ടും സച്ചി ഫോൺ എടുക്കുന്നുണ്ടായിരിക്കില്ല. അച്ഛൻ പേടിക്കല്ലേ, നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാം. അങ്ങനെ ഓട്ടോ വിളിച്ച് വേഗം തന്നെ രേവതി ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണ് രവീന്ദ്രനെ. വേഗം ICUലോട്ട് കയറ്റുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം വീണ്ടും സച്ചിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സച്ചിയും മഹേഷും കൂടെ വേഗം അങ്ങോട്ട് വരിക. എന്താ രേവതി, അച്ഛൻ എന്താ പറ്റിയേ? അച്ഛൻ എവിടെ? സച്ചി അങ്ങനെ അച്ഛൻ്റെ അടുത്തോട് ചെല്ലുന്നുണ്ട്. അവിടെ ഡോക്ടറും ഉണ്ടായിരിക്കും. ഡോക്ടറെ, അച്ഛൻ എന്താ പറ്റിയേ? അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പം കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ശ്വാസം മുട്ടലൊന്നും വരാൻ പാടില്ല. കുറച്ചു നേരം കൂടെ വൈകിയിരുന്നെങ്കിൽ വലിയ അപകടമായേനെ. തക്ക സമയത്ത് ഈ കുട്ടി കൊണ്ടുവന്ന കാരണം ആള് രക്ഷപ്പെട്ടതാ. ഡോക്ടറെ, ഇപ്പം അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചു നേരം ഒബ്സർവേഷനിൽ കിടക്കട്ടെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ വീട്ടിലോട്ട് പോവാം. എന്തോ സ്പ്രേ ശ്വസിച്ചതാ. അവിടെ എന്തെങ്കിലും സ്പ്രേ അടിച്ചിരുന്നോ? അങ്ങനെ രേവതി പറയുന്നുണ്ട്. ആ, അടിച്ചിരുന്നു, മോസ്കിറ്റോ സ്പ്രേ. അത് ആരെ രേവതി? അതൊക്കെ നമ്മുടെ വീട്ടിൽ അടിക്കുന്നേ? അത് വർഷ അടിച്ചതാ. ഓവറായിട്ട് അടിച്ച് അത് ശ്വസിച്ച കാരണാ ഇങ്ങനൊരു പ്രശ്നം പറ്റിയത്. ഇനി ഇങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ നല്ലപോലെ സൂക്ഷിക്കണം. പൊടിയും മറ്റു കാര്യങ്ങളും വന്ന് ശ്വാസം മുട്ടൽ വരരുത് എന്ന് ഡോക്ടർ പ്രത്യേകം പറയുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. രേവതി, തക്ക സമയത്ത് അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കുഴപ്പമില്ലല്ലോ സച്ചേട്ടാ, ഇനി സങ്കടപ്പെടാതിരിക്കുക. വിവരം അറിഞ്ഞ് അങ്ങോട്ടേക്ക് ചന്ദ്രമതിയും അതുപോലെ ശ്രീകാന്തും ഒക്കെ വരുന്നുണ്ട്. ശ്രീകാന്തിനെ കാണുന്നതും ദേഷ്യത്തോടു കൂടി സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാടാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എൻ്റെ അച്ഛൻ മരിച്ചോ എന്നറിയാനാണോ നീ ഇങ്ങോട്ട് വന്നത്?
നിന്റെ ഭാര്യ കാരണാ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. എന്താ സച്ചേട്ടാ, സച്ചേട്ടൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ഭാര്യ കൊതിയനടിക്കുന്ന സ്പ്രേ അടിച്ചിട്ടാ അച്ഛൻ ഈ അവസ്ഥ വന്നേന്നാ ഡോക്ടർ പറഞ്ഞത്. അവള് മോസ്കിറ്റോ സ്പ്രേ അടിച്ചെന്നോ? അത് ശ്രീകാന്തേ, ഞാൻ പറഞ്ഞതാ അത്രയൊന്നും അടിക്കണ്ടായെന്ന്. ഒരു ബോട്ടിൽ മുഴുവനായിട്ട് അവൾ അടിച്ചു. അതറിയാതെ അച്ഛൻ അവിടെ വന്നിരുന്നപ്പോഴാ അച്ഛന് ശ്വാസതടസ്സം ഉണ്ടായത്. ഞാനിങ്ങോട്ട് കൊണ്ടുവന്ന കാരണം അച്ഛൻ രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. ഇത് കേട്ട് ശ്രീകാന്ത് ഞെട്ടിയാണ് ഇരിക്കുന്നത്. പിന്നീടായിട്ട് ചന്ദ്രമതി വരുന്നുണ്ട്. ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പറ്റിയേ? രവിയേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ കരഞ്ഞു ചോദിക്കുക. അല്ല, നിങ്ങൾ എവിടെയായിരുന്നു? അച്ഛൻ എവിടെ ഒറ്റയ്ക്കാക്കി പോവരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കൂടെ ഉണ്ടാവണമെന്ന്. ഇതിപ്പോ രേവതി അവിടെ ഇല്ലെങ്കിൽ എന്താവും അവസ്ഥ എന്നൊക്കെ സച്ചി ചന്ദ്രമതിയെ വഴക്ക് പറയുന്നുണ്ട്. ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് രവീന്ദ്രന്റെ അടുത്ത് ഇരിക്കുക. പിന്നീടായിട്ട് ബോധം വരുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ടെൻഷൻ അടിക്കാതിരിക്കുക. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവരാ. എന്നാ ഇതൊന്നും വലിയ സീരിയസ് ആയിട്ടായിരിക്കില്ല വർഷ എടുക്കുന്നത്. രവീന്ദ്രനെ കാണുന്നതും വർഷ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ കരുതി 2-3 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമെന്ന്. അതെന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവണം എൻ്റെ അച്ഛൻ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കണമെന്നാണോ നിന്റെ മനസ്സിലിരിപ്പ്? നീ എന്താ എൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് നോക്കിയതാണോ? എന്തൊക്കെയാ പറയുന്നേ? ദേ ശ്രീകാന്തേ, ഇയാളോട് എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടെന്ന് പറ. എനിക്കേ ഇയാളെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ദേഷ്യം വരും. എൻ്റെ അച്ഛനെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാ. സച്ചേട്ടാ, വഴക്കിടല്ലേ. അവൾ അറിയാതെ ചെയ്തതല്ലേ. അറിയാതെ ചെയ്യേ. അവൾക്ക് അത്യാവശ്യം വിവരം ബുദ്ധിയൊക്കെ ഉണ്ട്. എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവൾക്കറിയില്ലേ? അല്ലെങ്കിലും പഠിപ്പുള്ളവർക്കാ വിവരം കുറവ്. സച്ചി മതി, നീ വെറുതെ അവളെ അതും ഇതൊന്നും പറയണ്ട എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. എന്ത് പറയണ്ടെന്നാ പറയുന്നേ? അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അമ്മ ഇത് തന്നെയാണോ പറയാ? പക്ഷേ നീ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നും ശ്രുതിയും പറയുന്നുണ്ട്. എല്ലാവരും ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നതിനാ? ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാ ചെയ്തത്. കൊതുക് കടിച്ച് ഇനി പനിയോ മറ്റോ വരരുത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ ഇങ്ങോട്ട് വരുന്നതിന് മുൻപേയും ഇവിടെ കൊതുകുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഏതു നേരം പനിച്ചിട്ടൊന്നുമല്ല കിടന്നുണ്ടായിരുന്നത്. നീ വന്നിട്ട് ഓരോ പരിഷ്കാരങ്ങളൊന്നും ഇവിടെ ചെയ്യണ്ട. അച്ഛനൊരു കാര്യം ചെയ്യാം. അച്ഛൻ ഞങ്ങളുടെ റൂമിൽ വന്ന് കിടക്ക്. ഞങ്ങളിവിടെ കിടന്നോളാം. ഇനി അച്ഛൻ ഇവിടെ കിടന്നാലേ വേണ്ട എന്തെങ്കിലും പ്രശ്നം വരും. വേണ്ട സച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതൊന്നും പറ്റില്ല. ഡോക്ടർ പറഞ്ഞത് അച്ഛൻ കേട്ടതല്ലേ. ഇനി പൊടിയോ അലർജിയോ ഒന്നും ഉണ്ടാവരുത്. ഇനിയും ശ്വാസം മുട്ടോ എന്തെങ്കിലും വന്നാൽ ഡോക്ടർ പറഞ്ഞത് അച്ഛൻ കേട്ടതല്ലേ. ദയവ് ചെയ്ത് അച്ഛൻ ഞങ്ങളുടെ റൂമിൽ വന്ന് കിടക്ക്. സച്ചേട്ടൻ പറഞ്ഞ പോലെ അച്ഛൻ റൂമിൽ വന്ന് കിടക്ക്. ഇവിടെ ആവുമ്പോൾ പൊടിയൊക്കെ ഉണ്ടായിരിക്കും. രവേട്ട, അവൻ പറയുന്നു കേട്ടില്ലേ? രവേട്ട റൂമിൽ വന്ന് കിടക്ക്. ഇനിയും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും എന്ന് ചന്ദ്രമതിയും പറയുന്നുണ്ട്. ചന്ദ്രമതി എന്നോ പറയാൻ തുടങ്ങിയതാണല്ലോ, ഹാളിൽ കിടക്കാൻ പറ്റില്ല, എനിക്ക് റൂമിൽ തന്നെ പോയി കിടക്കണം എന്നൊക്കെ. ഇതൊരവസരമാണെന്ന് ചന്ദ്രമതിയും കാണുന്നുണ്ട്. അങ്ങനെ നിർബന്ധിച്ച് രവീന്ദ്രനെ സച്ചി റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബെഡെല്ലാം അവിടെ കൊണ്ടിട്ട് അച്ഛനെ ആ റൂമിലാണ് കൊണ്ട് കിടത്തുന്നത്. പിന്നീട് എല്ലാ ദിവസങ്ങളും സച്ചിയും രേവതിയും ഹാളിലായിരിക്കും കിടക്കുക. ഹാളിൽ കിടക്കും, കുറച്ച് ദിവസം ടെറസിൽ പോയി കിടക്കും. അങ്ങനെ അവസാനം സച്ചി രേവതിക്ക് ഒരു കട്ടിൽ വാങ്ങി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കട്ടിലിന് മൊത്തത്തിൽ മറച്ച് ഒരു റൂം വരെ ആക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.